ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതായത് ഒരു കിച്ചടി കറി. കിച്ചടി നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെള്ളരിക്ക ഉപയോഗിച്ചിട്ടാണ്. സാധാരണയായിട്ടൊക്കെ നമ്മുടെ സദ്യകളിലൊക്കെ വെള്ളരിക്ക, പാവയ്ക്ക, വെണ്ടക്കായ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കിച്ചടി ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് കിച്ചടി. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക വെച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ പാവയ്ക്ക കിച്ചടിയും വെണ്ടയ്ക്ക കിച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ ഒരു പ്രത്യേകത വെച്ചാൽ അതിൽ നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുകയല്ല ചെയ്യുക, വറുത്തെടുക്കുക ചെയ്യുക. പക്ഷേ ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ണങ്ങൾ വേവിക്കും. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഒരേപോലെ തന്നെയാണ്. എന്നാൽ വേറെ ചില ഐറ്റംസ് ഉണ്ട് നമ്മൾ വേവിക്കാണ്ട് തന്നെ നമുക്ക് കിച്ചടി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇതിനു മുമ്പ് നമ്മളൊരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നില്ലേ? ഏതാ ഒരു കിച്ചടി ഇട്ടായിരുന്നത്? അതന്നെ, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റെസിപ്പി, പച്ചമാങ്ങ വെച്ചുള്ള കിച്ചടി. അപ്പോൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്കും കൂടി മെൻഷൻ ചെയ്യാം. അപ്പോൾ പച്ചമാങ്ങ വെച്ചുള്ള കിച്ചടി വളരെ എളുപ്പമാണ് കേട്ടോ. അത് നമ്മൾ കഷ്ണം വേവിക്കുന്നില്ല, നമ്മൾ ചെനച്ച മാങ്ങ കൊണ്ട് നമ്മൾ കിച്ചടി ഉണ്ടാക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ സദ്യയിലൊക്കെ കിച്ചടിയോട് ഏറെ സാമ്യം പുലർത്തുന്ന പേരിലും അതുപോലെ തന്നെ അതിൻ്റെ രുചിയിലൊക്കെ ഏറെ സാദൃശ്യം പുലർത്തുന്ന ഒരു കറിയും കൂടിയുണ്ട്. ഏതാണെന്നറിയോ? പച്ചടി. പച്ചടി എന്ന് പറഞ്ഞ വേറൊരു കറിയും കൂടിയുണ്ട്. അപ്പോൾ പച്ചടി കിച്ചടി പലർക്കും മാറിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലർക്കൊന്നും അറിയില്ല എന്താണ് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന്. തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ രണ്ട് വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ട് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ളത്. ഒന്നാമത് നമ്മുടെ കിച്ചടി ഇരിക്കുക പ്യുവർ വൈറ്റ് കളറിലാണ്, വെള്ള കളറിലാണ് ഇരിക്കുക, തൂവെള്ള കളറിൽ. എന്നാൽ പച്ചടി മഞ്ഞ കളറിലാണ് ഇരിക്കുക. അപ്പം എന്താ കാര്യം? പച്ചടിയിൽ നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കും, കിച്ചടിയിൽ മഞ്ഞപ്പൊടി ചേർക്കില്ല. ബീട്രൂട്ട് കിച്ചടി അതൊരു ഡിഫറെൻറ്റ് കേസാണ്. അതായത് ബീട്രൂട്ടിൻ്റെ നിറം വരുന്നതാണ് കിച്ചടിക്ക്, അതുകൊണ്ടാണ് പിങ്ക് കളർ വരുന്നത്, ആ കഷ്ണത്തിന്റെ കളർ വരുന്നതാണ്. ബാക്കി എല്ലാ കിച്ചടിയും വെള്ള കളറിൽ തന്നെയാണ് വരിക. എന്തായാലും മോള് ചോദിച്ച ചോദ്യം നന്നായി. നമുക്ക് എല്ലാ കിച്ചടിയും വെള്ള കളർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ബീറ്റ്റൂട്ട് കിച്ചടി ശരി തന്നെയാണ്, അതിനൊരു പിങ്ക് കളറാണ് വരുന്നത്. പക്ഷെ പച്ചടിയെല്ലാം മഞ്ഞ നിറത്തിലാണ് വരുന്നത്. ഈ ബീറ്റ്റൂട്ട് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്നു പറയുമോ? പിന്നെ പച്ചടിയുടെ രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ പച്ചടിയിൽ എപ്പോഴും ഒരു മധുര രസം ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും പച്ചടി വെക്കുന്നത് ഇത്തിരി മധുരമുള്ള പച്ചക്കറികളും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് വെക്കുന്നത്. അതുപോലെ തന്നെ അതിന് മേമ്പൊടിയായിട്ട് നമ്മൾ ശകലം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കാറുണ്ട്. നമ്മൾ അതാണ് പറഞ്ഞ വ്യത്യാസം. കിച്ചടിയിൽ നമ്മൾ ഒരിക്കലും മധുരം ചേർക്കില്ല. പച്ചടിക്ക് നമ്മൾ സാധാരണ എന്തൊക്കെ കഷ്ണങ്ങൾ ഉപയോഗിക്കാമെന്നറിയോ? പച്ചടി നമ്മൾ മത്തങ്ങ, അതുപോലെ തന്നെ ഫ്രൂട്ട്സില് പൈനാപ്പിള്, റംബൂട്ടാൻ വെച്ചിട്ടും നമ്മളൊരു പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ അടുത്തൊരു പച്ചടിയുടെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റംബൂട്ടാൻ വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ സാധാരണ കൂടുതൽ പേരും ഉണ്ടാക്കുന്ന ഒരു പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടി. നമ്മുടെ ഈ കമ്മിങ് ഓണം സീരീസിൽ നമ്മളും അവതരിപ്പിക്കുന്നുണ്ട് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ പൈനാപ്പിൾ പച്ചടിയുടെ ഒരു റെസിപ്പിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ മത്തങ്ങ വെച്ചിട്ടും പച്ചടി ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും മധുരരസമുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക. ചെറിയൊരു മധുരം ഉണ്ടാവും. ഈ രണ്ട് വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ട് പച്ചടിയും കിച്ചടിയും തമ്മിൽ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് വെള്ളരിക്ക വെച്ചുള്ള കിച്ചടിയാണ്. കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും കുറവ് സമയം മതി. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കിച്ചടി. നമ്മൾ സദ്യയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഏറ്റവും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓണത്തിനൊക്കെ കിച്ചടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പച്ചക്കറി ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ സാമ്പാറിനും അവിയലിനൊക്കെ വാങ്ങണ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് വെള്ളരിക്കോ കുമ്പളങ്ങയോ ഉണ്ടെങ്കിൽ കുമ്പളങ്ങ കൊണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം കിച്ചടി. ഇപ്പൊ കിച്ചടി എന്താണെന്നൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കി നോക്കിയാലോ? നോക്കാം.
അപ്പോൾ നമുക്ക് വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. പാത്രം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കറയൊക്കെയുള്ള പാത്രം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ കൂട്ടാനൊക്കെ വെച്ചിട്ട് മഞ്ഞപ്പൊടിയുടെയൊക്കെ കറയുണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രം എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോൾ നമ്മുടെ കിച്ചടിക്ക് ചിലപ്പോൾ ഒരു കളർ വ്യത്യാസം വരും, ഒരു മഞ്ഞ നിറമൊക്കെ വന്നു വരാം. കിച്ചടി എപ്പോഴും വെളുത്ത നിറത്തിലാണ് ഇരിക്കുക. നമ്മുടെ സദ്യ കിച്ചടിയൊക്കെ കണ്ടിട്ടില്ലേ, നല്ല വെള്ള നിറമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നിറം കിട്ടണമെന്നുണ്ടെങ്കിൽ അധികം കറയൊന്നും ഇല്ലാത്ത പാത്രങ്ങൾ എടുക്കുക. കൽച്ചട്ടിയൊക്കെ നല്ലതാണ്, അങ്ങനത്തെ ചെറിയ കൽച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കറയില്ലാത്ത കൽച്ചട്ടി എടുക്കാനായിട്ട് നോക്കാം. മഞ്ഞപ്പൊടിയുടെയൊക്കെ കറയൊക്കെ കുറച്ചുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്യുവർ വൈറ്റ് കളർ കിട്ടില്ല കിച്ചടിക്ക്. പിന്നെ ഞാനിവിടെ ഒരു 250 ഗ്രാമോളം വരും. ഇതിൻ്റെ കുടലും മണ്ടൊക്കെ കളഞ്ഞ് ഇത് വൃത്തിയാക്കി എടുത്തപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാമോളം നമ്മുടെ വെള്ളരിക്കയുണ്ട്. അത് കൊത്തി അരിഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതായിട്ട് അരിയാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിത് എന്തായാലും വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടയും കഷ്ണം. അപ്പോൾ നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ അരിയണതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളം വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ കിച്ചടിയൊക്കെ തിക്കായിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ തൊടുകറികളിൽ പെട്ടതാണ് കിച്ചടിയൊക്കെ, നമ്മൾ ഒഴിച്ചു കറിയല്ല. അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങൾ വെന്ത് കിട്ടാൻ ആവശ്യത്തിലുള്ള വെള്ളം മാത്രം ഒഴിക്കുക. അതുപോലെ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളമൊക്കെ വരും, 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കാം. അപ്പോൾ വലിയ ഇതായിട്ടുള്ള വെള്ളരിക്ക മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ചേർത്തത്. നമുക്ക് തൈരൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഇത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം, കാരണം അടി പിടിച്ച് പോവരുത്. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. ഞാൻ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. നമുക്കിത് വേവണ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ ഇതിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് നാളികേരമാണ് എടുത്തേക്കണത്. 250 ml. നമ്മുടെ സാധാരണ നമ്മൾ മെഷറിംഗ് കപ്പായിട്ട് എടുക്കുമല്ലോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ, ആ അതേ മെഷറിംഗ് കപ്പിൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അളവ് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. നമ്മളൊരു 250-300 ഇടയിലാണ് നമ്മുടെ വെള്ളരിക്ക ഉണ്ടാവുക. ഞാനൊരു 400 ഗ്രാമിൻ്റെ വെള്ളരിക്കയായിരുന്നു വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കുടലും പണ്ടൊക്കെ പോയിട്ട് ഏകദേശം ഒരു 250-300 ഇടയിൽ ഉണ്ടാവും. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്താക്കണത് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് നാളികേരമാണ്. അതുപോലെ 2 പച്ചമുളക്. ഇനി കുറച്ച് കടുക് വേണം നമുക്ക്. ഞാനൊരു ചെറിയ ടീസ്പൂൺ കടുകാണ് എടുക്കുന്നത്. അതുപോലെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്. ഇനി നമുക്ക് ഈ നാളികേരം നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അധികം വെള്ളമൊന്നും കൂട്ടില്ല, നമ്മൾ കുറച്ച് കട്ട തൈരിലാണ് ഈ നാളികേരം അരച്ചെടുക്കണത്. അപ്പോൾ ആവശ്യാനുസരണം കുറേശ്ശെ തൈര് കൂട്ടിയിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് നമ്മളിത് അരച്ചെടുക്കണം. വെള്ളം ഉണ്ടാവാൻ പാടില്ല അധികം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഒരു തൊടുകറികളിലെ ഒരെണ്ണമാണ് നമ്മുടെ കിച്ചടി, അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കണം. ഞാൻ പച്ചമുളക് ഒന്ന് നുറുക്കിയിട്ടിട്ടുണ്ട് അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഞാൻ നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കട്ടത്തൈര് തന്നെയാണ് കേട്ടോ. ഞാനൊരു കട്ടത്തൈര് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു കട്ടത്തൈര് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്കും കൂടി മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഈസി ആയിട്ട്, കുക്കറിലാണ് നമ്മൾ കട്ടത്തൈര് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇതേപോലെ തൈര് ഉണ്ടാക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല കട്ടത്തൈരാണ്. ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചതാണ്, ചെറുതായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട്. അപ്പോൾ ആ തൈര് തന്നെയാണ് ഞാൻ ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടി ചേർക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് ഇതൊന്ന് അരച്ച് നോക്കട്ടെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് നല്ല തിക്ക് പേസ്റ്റാണ് വേണ്ടതെന്നുള്ളത്. അതേസമയം നമുക്കിത് നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടും വേണം. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ച് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. കണ്ടില്ലേ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കേണ്ട വന്നു.
ഞാൻ പറഞ്ഞിരുന്നല്ലോ, അരച്ച് നോക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം തൈര് ചേർക്കാം. പക്ഷേ വെള്ളമാവരുത്, ഇതേപോലെ നല്ല കട്ട പേസ്റ്റായിട്ട് നമുക്ക് കിട്ടണം. നമുക്ക് ഇതും കൂടി നമ്മുടെ കിച്ചടിക്ക് ചേർക്കാം. നമുക്ക് നോക്കാം എന്തായി വെള്ളരിക്കയുടെ അവസ്ഥ, വെന്ത് കഴിഞ്ഞു എന്നുള്ളത്. വെള്ളരിക്കത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടും നമുക്കൊന്ന് കുത്തി ഉടയ്ക്കാതെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിതിലേക്ക് നാളികേരം ചേർക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ടോ, ഉപ്പ് എനിക്ക് ഇത്തിരി കഷ്ടിയായിട്ടാണ് തോന്നുന്നത്. നമ്മളിനി അരപ്പ് ചേർക്കും, അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് തൈരും കൂടി ചേർക്കും. അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ നേരത്തെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്തത്. ഇനി ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇപ്പോൾ ചേർക്കാൻ പോവുകയാണ് ഇതിലേക്ക്. ഇനി നമുക്ക് ഈ വെള്ളരിക്കയ്ക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. ഈ നാളികേരത്തിൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവുമല്ലോ, പച്ചസ്വാദ്, അതൊക്കെ ഒന്ന് പോയി കിട്ടും. വല്ലാണ്ട് തിളയ്ക്കണമെന്നില്ല, എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. കുറച്ച് വേപ്പിലയും കൂടി ഇടാണ്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ നാളികേരത്തിൻ്റെ ആ ചെറിയ പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് തൈര് ചേർക്കാൻ പോവാണ്. കണ്ടില്ലേ, ഞാൻ 1 കപ്പ് തൈര്, നന്നായിട്ടൊരു കപ്പ് ഉണ്ട്, നല്ല കട്ട തൈരാണ്. ഈ തൈരാണ് ഇതിലേക്ക് ചേർക്കാൻ പോണത്. അപ്പോൾ ഈ തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടി പാകമായിരിക്കും, സദ്യയിലൊക്കെ വിളമ്പണ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ തൈരും കൂടി നമുക്ക് ചേർത്തിട്ട് നോക്കാം. തൈര് കിച്ചടിക്ക് മിക്സ് ചെയ്യണതോട് കൂടിയിട്ട് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തോളൂ. പിന്നെ ഇത് കട്ടിയുള്ള പാത്രമാണല്ലോ, അപ്പോൾ ഈ പാത്രത്തിൽ ഇരുന്ന് തന്നെ ബാക്കി ഇതിൻ്റെ പ്രോസസ്സൊക്കെ നടന്നോളും. കിച്ചടി നല്ല പാകമായിട്ട് കിട്ടിക്കോളും. കുറച്ച് നേരം നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കിച്ചടി നല്ല തിക്കായിട്ട് കിട്ടും. ഇത് നമുക്ക് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കിച്ചടിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മൾ സദ്യക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വറവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് നന്നായിട്ട് വറവിട്ടാലാണ് അതിന് ഒരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ, കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു വലിയൊരു സ്പൂണ് കടുക് ഇട്ടു. കടുക് പൊട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ഇടാണ്. കുറച്ച് വേപ്പിലയും കൂടി ഇടാം. നമുക്കിനി വറവ് കിച്ചടിക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കിച്ചടി പാകമായിട്ടുണ്ട്. അച്ഛാ, കിച്ചടി സൂപ്പർ. ഇതിന്റെ ടിപ്സ് എന്തൊക്കെയാ? ഒരു ചെറിയ കുടുംബത്തിന് ഈ സദ്യക്ക്, ഓണസദ്യക്ക് ഉണ്ടാക്കാൻ പാകത്തിനാണ് നമ്മളിവിടെ റെസിപ്പി അവതരിപ്പിച്ചേക്കുന്നത്. ഈ കിച്ചടിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ ഇപ്പോൾ കൂടുതൽ ന്യൂക്ലിയർ ഫാമിലികളായപ്പോൾ പലരും കിച്ചടിയൊന്നും ഉണ്ടാക്കാനായിട്ട് അങ്ങനെ മെനക്കെടാറില്ല. ഇത് നമുക്ക് പറ്റുമോ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട്, എങ്ങനെയാ അത് ഉണ്ടാക്കുക, അതൊക്കെയാണ് പലർക്കുള്ള ഒരു സംശയം. നമ്മളിവിടെ വളരെ ചെറിയൊരു അളവിലാണ് എടുത്തേക്കണേ. ഇപ്പം നിങ്ങൾ സാമ്പാറിനൊക്കെ കഷ്ണം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അവിയലിനൊക്കെ കഷ്ണം വാങ്ങുമ്പോൾ അതിൽ നിന്ന് ബാക്കി വരുന്ന വെള്ളരിക്കയൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലാണ് ഇങ്ങനെ ഒരു കിച്ചടി ഉണ്ടാക്കാനായിട്ട് പറ്റുക. ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് വേണ്ട കിച്ചടി ഉണ്ടാക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തൊടുകറികളിൽ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും സ്വാദുള്ള ഒരു കറിയാണ് കിച്ചടി. അപ്പോൾ കിച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2-3 കാര്യങ്ങളാണ്. ഇപ്പം ഞാനിവിടെ പറയുന്നത് വെള്ളരിക്ക കൊണ്ടുള്ള കിച്ചടിയാണ്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം
കഷ്ണം വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുക്കുക. വെള്ളം ഒരിക്കലും കൂടുതൽ എടുക്കണ്ട. നിങ്ങൾക്ക് കഷ്ണം വേകാനായിട്ട് വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. അതിനുശേഷം നന്നായിട്ട് വെന്തതിന് ശേഷം ഒന്ന് കയ്യിലുകൊണ്ടൊന്ന് ഉടയ്ക്കുക. അതിനുശേഷം വളരെ വെള്ളം കുറച്ച് തൈരിൽ നാളികേരവും പച്ചമുളകും കടുകും കുരുമുളകും കൂടി അരച്ചെടുക്കുക. കടുകും കുരുമുളകും അതുപോലെ തന്നെ തൈരിൻ്റെ പുളിരസമാണ് കിച്ചടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങോട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആ പേസ്റ്റ് കിച്ചടിക്ക് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നാളികേരത്തിൻ്റെ പച്ചമണം മാറുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഇതിലേക്ക് കുറച്ച് കട്ടത്തൈര് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കടുകും മുളകും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് കിച്ചടി. അപ്പോൾ ഈ ഓണസദ്യക്ക് നിങ്ങൾക്ക് എന്തായാലും കിച്ചടി ഉണ്ടാക്കാം. അതായത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് കഷ്ണമൊന്നും വാങ്ങേണ്ട കാര്യമില്ല. കാരണം ഈ വെള്ളരിക്ക കൊണ്ട് ഉണ്ടാക്കണ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുമ്പളങ്ങ കൊണ്ടും ഉണ്ടാക്കാം. എന്തായാലും നമ്മൾ വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഏതെങ്കിലും ഒരു കഷ്ണം നമ്മൾ സാമ്പാറിനും അവിയലിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങാണ്ടിരിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് ബാക്കി വരുന്ന കഷ്ണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നല്ല സ്വാദിഷ്ടമായൊരു കിച്ചടി ഉണ്ടാക്കാം. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 8-9 പേർക്കൊക്കെ സദ്യക്ക് വളമ്പാണ്ട കിച്ചടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ് കിച്ചടി. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കുക. കിച്ചടിയുടെ ടേസ്റ്റ് എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും മറ്റൊരു ഓണ റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബായ്. പുന്നെല്ലിൻ ചോറു വിളമ്പി നിരനിരയായി ചെറുകറികൾ രുചിയേറും സാമ്പാറുണ്ടേ ഓരരികിൽ പപ്പടവും പൈനാപ്പിൾ പച്ചടിയുണ്ടേ 100 തികയ്ക്കാൻ ഇഞ്ചിത്തൈരും അവിയലിന് കൂട്ടുപിടിക്കാൻ ഓലനും കാളനും തകതകതേ വയറു നിറച്ചോടല്ലേ വരുന്നുണ്ടേ വമ്പന്മാർ പാലടയും പഴവും പരിപ്പും ഗോതമ്പും ചക്കയുമായി പ്രഥമനുകൾ പലവിധമായി രുചിയേറും കറികൾ കൂട്ടാം മണമൂറും പായസവും നാടിൻ്റെ തനിമയുമായി വർമാസിൻ രുചിമേളം.